പാലത്തിൽ നിന്നാണ് കൊണ്ട് ട്രെയിൻ വെള്ളത്തിൽ പോയത്. ഓക്കെ. അതിന്റെ ഇപ്പുറത്ത് കാണുന്നുണ്ടോ? രണ്ടറ്റത്ത്. ഓ, ഇപ്പം ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചേട്ടോ. അത് റോഡിന്റെ പാലം. അതെന്തോ ഒരു ചെറിയ തർക്കത്തിൽ അങ്ങനെ ഫിനിഷ് ചെയ്യാതിരിക്കുക. ഓക്കെ. തോന്നുന്നു. അടിപൊളി ലൊക്കേഷൻ വെച്ചാൽ അടിപൊളി. കാര്യം സിനിമാക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യും. മറ്റേ സ്ഥലം കേട്ടോ. എന്താ സംഭവം? ഇത് കൊള്ളാമല്ലോ. ഒരു കുരിശ്. ഞാനിന്ന് നമ്മുടെ പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് പടപ്പക്കരയിൽ നിന്നാണ്. പടപ്പക്കര എന്ന് പറയുന്നത് നമ്മുടെ അഷ്ടമുടി കായലിൻ്റെ തീരത്തുള്ള ഒരു സുന്ദരമായ ചെറിയൊരു ഗ്രാമമാണ്. ഞാൻ ഇങ്ങോട്ട് വന്നത് ഇതാ എൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന ഈ നമ്മുടെ ആനവണ്ടിയിലാണ്. ഫ്രീക്വൻ്റായിട്ട് ഈ ബസ് ഈ സർവീസുണ്ട്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് സർവീസ് ചെയ്യുന്ന ഒരു ബസ്സായത്. ഇപ്പം പോയ ഈ ബസ്സിലെ നമ്മുടെ ഡ്രൈവറുടെ പേര് ഷാജഹാൻ എന്നാണ് സാറിൻ്റെ പേര്. അപ്പോൾ സാർ വളരെയധികം ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമുക്ക് വളരെയധികം സപ്പോർട്ടീവായിട്ട് കുറേ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്ന് ഒരു ആൾ ദി ബെസ്റ്റ് എല്ലാം പറഞ്ഞ് ഒക്കെ പോയ ഒരു മനുഷ്യനാണ്. അപ്പം സാറിനെ കൊല്ലം ഡിപ്പോയിലൂടെ സ്ഥിരമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ പരിചിതമായ ഒരു മുഖമായിരിക്കാം ഷാജഹാൻ സാറ്. അപ്പോൾ ഷാജഹാൻ സാറിനും എല്ലാവിധ ആശംസകളും. ഈ കാണുന്ന ഈ ഒരു കുരിശടിയില്ലേ, അത് ഈ ഭാഗത്തെ ഒരു മെയിൻ ഹൈലൈറ്റാണിത്. ഇതൊരു മുനമ്പാണ്. ഈ ഒരു ഭാഗത്തിൻ്റെ മൂന്ന് സൈഡ് എന്ന് പറയുന്ന കായലാണ്, അഷ്ടമുടി കായലാണിത്. അപ്പം നമ്മൾ ചുറ്റും കാണുന്ന മരങ്ങൾ കാരണമാണ് നമുക്ക് ആ ഒരു വ്യൂ നമുക്ക് കിട്ടാതിരിക്കുന്നത്. പക്ഷേ നമുക്ക് താഴോട്ടിറങ്ങി കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ട്. പിന്നെ ഈ വഴി, പിന്നെ ഈ കാണുന്ന കുരിശടിയുടെ സൈഡിലൂടെ കാണുന്ന വഴിയല്ലേ, അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പാർക്കുണ്ടെന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല. ഒരു പ്രൈവറ്റ് പാർക്കാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. എന്തായാലും എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇങ്ങനെ ഏറ്റത്തൂടെ ഒരു ബോട്ട് പോകാൻ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അത് നമ്മുടെ യാത്രാ ബോട്ടാണോ ഷീ അഷ്ടമുടിയാണോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. വളരെ അകലെയാണ് ഈ ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ. ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ കുതിരമുനമ്പെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ ഈ പാർക്കിലെത്തിയിരിക്കുകയാണ്. ഇത് കുതിരമുനമ്പിലെ ഒരു പാർക്കാണിത്, ഒരു റിസോർട്ടാണ്. അപ്പോൾ ഇതിനകത്തൊരു ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ഒരു ആംബിയൻസ് കേട്ടോ. നീ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയത്. കണ്ടില്ലേ, ചെറിയ മരങ്ങൾ. ഒരു മാവാണിത്. മാവുണ്ട്, പേര, അങ്ങനെ വിവിധങ്ങളായ ഫലവൃക്ഷങ്ങളാണ്. തെങ്ങ്, മനസ്സിലായില്ലേ. കുറേ ഗാർഡൻ്റെ ഒരു ഭാഗമുണ്ട്. ഗാർഡനാണെന്ന് പറയാൻ പറ്റില്ല, പാർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ്. ഇത് നമുക്ക് ഗാർഡൻ എന്നൊക്കെ പറയാമല്ലോ. ഇതെനിക്ക് തോന്നുന്നു ഇതാണ്ട് ഇവിടെ ഒരു ചെമ്മീൻ കൃഷിയാണോ മത്സ്യകൃഷിയുണ്ട്. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള, കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാനൊക്കെയുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഇതിനകത്തുണ്ട്. അതാണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് കുട്ടികൾക്ക് മാത്രം. കണ്ടോ, എല്ലാം നല്ല രസമാണ്. ഇതിനകത്ത് ഇങ്ങനൊരു പാർക്ക് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഈ പടപ്പക്കര ഭാഗം ഒന്ന് കവർ ചെയ്യാമെന്ന് കരുതിയാണ്, അങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ആ ജംഗ്ഷൻ വന്നപ്പോഴാണ് ഇങ്ങനൊരു പാർക്ക് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതെ പോയി. പക്ഷേ ഇതിനകത്ത് കയറിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആൾക്കാരുടെ ഒരു പ്രസൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ അധികം ആൾക്കാരൊക്കെ വരുന്നതാണോ, പാർക്ക് എന്ന നിലയിലേ കുട്ടികളും കാര്യങ്ങളും മുതിർന്ന ആൾക്കാരൊക്കെ എപ്പോഴും വരുന്നതാണോ എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിലും നല്ലൊരു ആംബിയൻസാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ, വന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ മൈൻഡിനൊക്കെ ഒരു പ്രത്യേക ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അടിപൊളി, നല്ല കാഴ്ചയാണ് കേട്ടോ. നല്ല കാറ്റുണ്ട്, നല്ല കുളിർമ, അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട്. അതായത് ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഒരു 90 ഡിഗ്രി എന്നല്ല, ഒരു 180 ഡിഗ്രി പോലുള്ള നമുക്കിവിടെ കാഴ്ച കിട്ടും കേട്ടോ. 180 ഡിഗ്രിയിലുള്ള കാഴ്ച നമുക്കിവിടെ കിട്ടും. കണ്ട് ഇതൊരു തുരുത്താണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ആൾ താമസമൊന്നും ഇല്ലെന്ന് തോന്നുന്നു.
കുറേ തെങ്ങുകളുണ്ട്, കാട് പിടിച്ച് കയറി കിടക്കുകയാണ്. ഇത് ചെറിയൊരു തുരുത്താണിത്. ഇതിനകത്ത് കാണാൻ സാധ്യതയില്ല, ആൾ താമസം കാണാൻ സാധ്യതയില്ല, അത്ര ചെറിയ ഒന്നാണ്. അതിന് തൊട്ടപ്പുറത്ത് ആ കാണുന്നുണ്ടല്ലേ പെരുമൺ പാലമാണ്. അപ്പോൾ അവിടെയാണ് പണ്ട് പെരുമൺ ദുരന്തമൊക്കെ ട്രെയിൻ മറിഞ്ഞ ഒരു സംഭവം ഉണ്ടായത് അവിടെയാണ്. 1988 ഐലൻഡ് എക്സ്പ്രസ് മറിഞ്ഞ അവിടെയാണ്. നമ്മൾ തൊട്ട് മുൻപേ ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നു, അഷ്ടമുടി കടവും ഒക്കെ. അതിൻ്റെ തൊട്ടപ്പുറത്താണ്. തൊട്ടപ്പുറത്തല്ല, ഓൾമോസ്റ്റ് ഇത്രത്തോളം ദൂരമുണ്ട്. ഞാനിങ്ങോട്ട് വരുന്നത് ഫസ്റ്റ് ടൈമാണ് ഈ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു അത്ഭുതമായി പോയി കേട്ടോ, ഈ ഒരു കാഴ്ച കണ്ടപ്പോഴേ. അതിങ്ങനെയൊക്കെയുള്ളൊരു വിഷ്വൽ ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട്. ഇപ്പോൾ ഇവിടെ റൗണ്ട് ചെയ്ത് കിടക്കുകയാണ് ഈ ഭാഗമൊക്കെ. ഇവിടെ ഇറങ്ങാം കേട്ടോ, ഇവിടെയൊക്കെ ഇറങ്ങി നിൽക്കാം. അവിടെ ഒരു ചെറിയ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വരുന്നവർക്കൊക്കെ ഇപ്പോൾ ഒന്ന് കാല് നനയ്ക്കാനോ അപ്പോൾ അങ്ങനെയൊക്കെ സൗകര്യത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കാം ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്. എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ചെറിയ രീതിയിലാണ് ഉള്ള ഒരു എൻട്രി ഫീ ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് അടുത്തൊക്കെ ഈ പറയുന്ന കുണ്ട്രയിലൊക്കെ വരുവാണെങ്കിലേ, കുണ്ട്രയിലൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടുത്തെ കുണ്ട്രയിൽ നിന്ന് തന്നെ കുണ്ട്ര മുക്കട ജംഗ്ഷനിൽ നിന്ന് ഉള്ളിലോട്ട് കിടക്കുന്നൊരു വഴിയുണ്ട്, പടപ്പക്കരയ്ക്ക് പോകുന്നത്. അത് ബസ്സുണ്ട്, ബസ് റൂട്ടാണ്. ബസ്സിൽ 15 രൂപയാണ് ഈ പടപ്പക്കര ജംഗ്ഷനിൽ വരെ വരുന്നതിനുള്ള ബസ് ചാർജ്. ഇടയ്ക്കിടയ്ക്ക് ബസ്സുണ്ട്, അരമണിക്കൂർ കൂടി ഇരിക്കുമ്പം ബസ്സുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ അവിടുന്ന് ഒരു 15 രൂപയുടെ ബസ് ചാർജ് ആകുമ്പം എത്ര കിലോമീറ്റർ ഉണ്ടാകുമെന്ന് ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ അവിടുന്ന് മറ്റ് വാഹനങ്ങൾ പിടിച്ചോ ഒക്കെ വേണമെങ്കിൽ വരാം, സ്വന്തമായിട്ട് ബൈക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ വരാം. അങ്ങനെ വന്നിട്ട് മസ്റ്റായിട്ട് ഇവിടെ ഒന്ന് വാച്ച് ചെയ്യേണ്ടി. അവിടെ റോഡിന് വേണ്ടി ഒരു പാലം പണിയുന്നു, അതിൻ്റെ പണി ഫിനിഷായിട്ടില്ല. അതുകൊണ്ട് അത് അപ്പുറം ഇപ്പുറം ഒന്ന് തള്ളി നിൽക്കുന്നത്. റോഡിന് വേണ്ടിയായിരുന്നു അല്ലേ? ആ റോഡിന് അതിൻ്റെ അപ്പുറത്ത് കാണുന്ന 2 പാലമാണ് റെയിൽവേ, ഡബിൾ ലൈനല്ലേ. ആ പാലത്തിൽ നിന്നാണ് കൊണ്ട് ട്രെയിൻ വെള്ളത്തിൽ പോയത്. ഓക്കെ. അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നുണ്ടോ, രണ്ടറ്റത്ത്? ഓ, ഇപ്പം ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചേട്ടോ. അത് റോഡിൻ്റെ പാലം, അതെന്തോ ഒരു ചെറിയ തർക്കത്തിൽ അങ്ങനെ ഫിനിഷ് ചെയ്യാതിരിക്കുക. ഓക്കെ. സായം തോന്നുന്നു. അല്ല, നേരത്തെ നോക്കിയപ്പോൾ അത് ഒരു പാലത്തിൻ്റെ ഒരു ഭാഗം പോലെ നമുക്ക് തോന്നി. അത്രേ ഉള്ളല്ലേ? ഇപ്പോൾ വേലിയേറ്റ സമയമൊന്നും അല്ലല്ലോ. നമ്മളിപ്പോൾ ഈ അഷ്ടമുടിക്കായലിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നത്, മനസ്സിലായോ? ഈ ഭാഗം അങ്ങോട്ട് പോകുമ്പം കുണ്ട്ര സൈഡാണത്. ഇവിടുന്ന് അങ്ങോട്ട് ഈ കാണുന്നില്ലയോ, ആ സൈഡ് അങ്ങോട്ട് പോകുമ്പോഴാണ് അവിടെ എന്താണ് നമ്മുടെ കുണ്ട്ര ടെക്നോ പാർക്കും കാര്യങ്ങളൊക്കെ ആണ്. അവിടെ ഇങ്ങോട്ട് വരുമ്പം നാന്തിരിക്കൽ ആ സ്ഥലങ്ങളൊക്കെയാണ്. ഇത് വെള്ളിമൺ ഭാഗമാണ്. ഇവിടെ അങ്ങോട്ട് വരുമ്പം അവിടെ അങ്ങേ അറ്റം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടവർ കാണാൻ കഴിയുന്നുണ്ടോ എനിക്കറിയത്തില്ല. പെരുന്നാട് റെയിൽവേ സ്റ്റേഷൻ ആ ഭാഗത്താണേ. അവിടുന്ന് ഇങ്ങനെ വണ്ടി ഓടിയാണ്. ഇതിൻ്റെ തൊട്ട് ബാക്കി നമ്മൾ നേരത്തെ കണ്ട പെരുമൺ പാലം. ഇത് കണ്ടോ, ഈ ഒരു ടവർ കണ്ടോ, ആ ടവറിൻ്റെയൊക്കെ ആ സൈഡാണ്, ആ ഭാഗമാണ് ഈ മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനൊക്കെ എവിടെയാണ്, മനസ്സിലായോ? റിസോർട്ട് കണ്ടോ, ഈ റിസോർട്ടിനോട് ചേർന്നൊരു ഓപ്പണിംഗ് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്ലടയാറിൻ്റെ ഒരു ശാഖയാണ് ഇവിടെ വന്ന് ചേരുന്നത്. മെയിൻ കല്ലടയാറ് തുടങ്ങുന്നത് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകണം. ഇങ്ങ് അപ്പുറത്ത് നിന്നിട്ടാണ് കല്ലടയാറ് മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പറയാൻ പറ്റത്തില്ല, അവിടെ വന്നാണ് അവസാനിക്കുന്നത്, അഷ്ടമുടിക്കായൽ ചേരുന്നത്. അത് ഇതിൻ്റെ അങ്ങേ സൈഡിലാണ്, അപ്പുറ സൈഡാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് എന്താണ് മൺട്രോത്തുരുത്ത് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുന്ന് അങ്ങോട്ട് മൺട്രോത്തുരുത്താണ്, ആ ഭാഗത്ത് അങ്ങോട്ട്. ഇവിടെയൊക്കെ എന്ന് പറയുമ്പം മുട്ടം, ആ സൈഡൊക്കെ എന്ന് വെച്ചാൽ മുട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ശിങ്കാരപ്പള്ളി, ഇവിടെ ഈ ഭാഗം എന്ന് പറയുമ്പം ശിങ്കാരപ്പള്ളി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞുണ്ടല്ലോ, നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല കേട്ടോ. അത്രയും നല്ലൊരു ആംബിയൻസാണ് ഇവിടെ. നമുക്കത് എത്ര സമയം വേണമെങ്കിലും നമ്മളിവിടെ നിന്ന് പോകും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഞാൻ ആ ചിൽഡ്രൻസ് പാർക്കിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഒരു കായലിൻ്റെ കുറച്ച് വ്യൂ കിട്ടാൻ വേണ്ടി
ഞാനിങ്ങോട്ട് വന്നു. ഇത് ഉള്ളിലോട്ടൊരു റോഡ് കിട്ടി, അങ്ങോട്ട് നമുക്ക് പോകണ്ടേ. കണ്ടോ, കണ്ടു കഴിഞ്ഞാൽ ഒരു വനം പോലെ തോന്നിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നേ. ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു പഴയൊരു വീട് കാണാൻ കഴിയുന്നുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട നിലയൊരു വീട്, ആകെ നാശമായത്. കാര്യം പഴയ നല്ലൊരു വീടായിരുന്നു, കംപ്ലീറ്റ് പോയി. ഇവിടെ ഒരു പഴയ ഫൈബർ വള്ളം കിടക്കുന്നതാണ്. ഫൈബറാണിത്. എത്ര സുന്ദരമായ കാഴ്ചയാണ് നോക്കുക. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി കാഴ്ച. ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ഈ ഒരു അവസ്ഥ? അടിപൊളിയാണ് കേട്ടോ. കായലിൻ്റെ അരുവിൽ എന്തിൽ വന്നിട്ട് കണ്ടോ, തൊട്ട് ബാക്കിൽ ഈ വീട് കണ്ടോ. ഈ വീട് കണ്ടാലേ, ഈ വീട് കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമയുടെയൊക്കെ സെറ്റ് പോലെ തോന്നും കേട്ടോ. കായലിൻ്റെ അരുവിനോട് ചേർന്നേ. അടിപൊളി ലൊക്കേഷൻ കേട്ടോ. അടിപൊളി ലൊക്കേഷൻ എന്ന് വെച്ചാൽ അടിപൊളി. കാര്യം സിനിമാക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യും. മറ്റു സ്ഥലം കേട്ടോ. തള്ളൊന്നുമല്ല, ഞാൻ വെറുതെ തള്ളു പറയല്ല, കാണാൻ അടിപൊളിയാണ്. നല്ല രസമാണ് കേട്ടോ, നല്ല ഫീലാണ്. എന്താണ് ഇവിടുന്ന് ആൾക്കാർ ഒഴിഞ്ഞ് പോയെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. പക്ഷേ പഴയ ബിൽഡിങ്ങൊക്കെ അതിൻ്റെ പേരിലായിരിക്കാം. പണ്ടത്തെ വെട്ടുകല്ലൊക്കെ വെച്ച് കെട്ടിയതാണ് കേട്ടോ. ഒരു വീടൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. നമുക്ക് ഇതുവഴിയൊക്കെ കയറി പോകാം. ഇതുവഴിയൊക്കെ കയറി ചെല്ലാം. കംപ്ലീറ്റ് ശീലാന്തി മരമാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഉണ്ടോ, ഇവിടെ കയറി ഞാൻ ഇവിടെ ഇരുന്നോ കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല കാറ്റ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും വേണ്ട, ഈ കൊമ്പിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോകും ഭാഗമാണ്. കണ്ടോ, ഈ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശിങ്കാരിപ്പള്ളി ഭാഗമാണ്. പിന്നെ അങ്ങോട്ട് കാണുന്ന ആ ഭാഗമൊക്കെയാണ് മുട്ടം ഭാഗം. പിന്നെ ഇവിടെ ഏതാണ്ട് ഈ കാണുന്നതിൻ്റെ അപ്പുറത്തെ സൈഡാണ്, അവിടെ അങ്ങോട്ടാ മൺട്രോത്തുരുത്ത് ഭാഗമൊക്കെ തുടങ്ങുന്നത്. സമയം 1:30 കഴിഞ്ഞാൽ ഉള്ള ഒരു ടൈമാണ്. നല്ല കാറ്റ്, നല്ല വെയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ കായലിൻ്റെ ഈ അരുവിലിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ്, ഒരു കൂളിംഗ് അനുഭവമാണ്. എന്താ പറയുക, നമ്മളൊക്കെ ഒരു റിസോർട്ടിലൊക്കെ വന്ന് ഇരിക്കുന്നതിൻ്റെ കൂട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ ഇതൊക്കെ തന്നെയാണ്. ഇത് നല്ലൊരു വൈബാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഇതൊന്നൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തതുകൊണ്ട് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയൊക്കെയാണ്. ഇവിടെ ആൾതാമസമൊന്നും ഇല്ലാത്ത വീടാൻ്റെ പേരിലാണ് എനിക്കിപ്പോൾ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? കല്ലടയാറിൻ്റെ ഒരു ശാഖ അവിടെ വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ കല്ലടയാറിൻ്റെ ഒരു മെയിൻ പോർഷൻ എന്ന് പറയുമ്പം ഇതാ ഭാഗമില്ലേ, അതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുന്ന കംപ്ലീറ്റ് മൺട്രോത്തുരുത്ത് ഭാഗമാണ് കേട്ടോ. ഇതിന് അപ്പുറത്തെ ഭാഗത്താണ് കല്ലടയാറിൻ്റെ മെയിൻ പോർഷനൊക്കെ വന്ന് ചേരുന്നത്. അവിടെയാണ് കല്ലട ജലോത്സവം, വള്ളംകളിയൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ അങ്ങേയറ്റത്താണ് നമ്മൾ നേരത്തെ കണ്ട ഇതല്ലേ പാർക്കല്ല, ഈ കാണുന്നൊരു ഭാഗത്താണ്. ഇങ്ങനെ വിശാലമായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുകൊണ്ട് ഈ ഭാഗമൊക്കെ എന്ന് വെച്ചാൽ ശിങ്കാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെയൊക്കെ ഭാഗമാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പം അതിനപ്പുറത്താണ് കൊടിപുഴ ഭാഗമൊക്കെ. പിന്നെ അങ്ങോട്ട് കുമ്പളം, പിന്നെ മുളവൻ ആ ഭാഗമൊക്കെ അങ്ങോട്ടാണ്. ആ ഭാഗം അതുപോലെ മനോഹരമായ കായൽ തീരത്തെ, കായലിൻ്റെ അരുവിൽ ഇങ്ങനെ വീടൊക്കെ ഉള്ളവർ നല്ല ഭാഗ്യമല്ലേ. അതായത് എപ്പോഴും കായൽ കാറ്റ് ഏറ്റ് ഇരിക്കാം, വിശ്രമിക്കാം. എപ്പോഴും നല്ല ഫ്രഷ് കാറ്റുകൾ, ഫ്രഷ് മൈൻഡിൽ എപ്പോഴും ഇരിക്കാൻ പറ്റും. വലിയ ഭാഗ്യമല്ലേ. നമ്മളൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരം വന്ന സ്ഥലങ്ങൾ, റിസോർട്ടുകൾ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് തിരിച്ചിട്ടുള്ള സ്പോട്ടുകളിൽ വന്നിട്ടൊക്കെയാണ് നമുക്ക് സ്ഥലങ്ങൾ കാണേണ്ടത്. ഇവിടെ എൻ്റെ തൊട്ട് ബാക്കിൽ ഇതേപോലൊരു, ഇവിടെ ആൾ താമസമൊന്നുമില്ല, ഒരു വീട് കാണാം. കുറച്ച് മുമ്പേ കണ്ട ഒരു വീട് ഇതാണ്. കായലോട് ചേർന്ന് ചാഞ്ഞ് കിടക്കുന്ന മരങ്ങളുണ്ടോ, നമ്മളവിടെ കയറി നിന്നേ കേട്ടോ. ഇതൊക്കെ തെങ്ങ് നിൽക്കുന്നുണ്ടോ, ചാഞ്ഞ് എന്നെ ഭംഗിയാന്ന് നോക്കുമോ. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വന്നേ. ആ വഴി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുവാണ്. ഇങ്ങനെ വന്നിട്ട് മൂട്ട് കിടക്കുന്നുണ്ടോ, നീണ്ടു കിടക്കുന്ന റോഡാണിത്. എന്നെ ഭംഗിയാന്ന് നോക്കുമോ. ഇങ്ങനെ അങ്ങേയറ്റത്തോട്ട് പോവാണ്. ഈ തുരുത്തുണ്ട്, ഇതിൻ്റെ അങ്ങേയറ്റത്താണ് കണ്ട പെരുമൺ പാലം കണ്ടില്ലേ. പെരുമൺ റെയിൽവേ പാലമാണ്. ഇവിടെയാണ് പണ്ട് ഐലൻഡ് എക്സ്പ്രസ് മറിഞ്ഞ ഒരു അപകടം 1988 അതാണ്.
നമ്മളെ നേരെ അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് നേരത്തെ ഒരു അഷ്ടമുടി ഒരു വ്ളോഗ് ചെയ്തില്ലായിരുന്നു, ഒരു കടവിൽ. അത് ഇതിൻ്റെ ആ പാലത്തിൻ്റെ അങ്ങേ കരയ്ക്കാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് നോക്കിയാൽ ഈ ഭാഗങ്ങളെ കാണാൻ പറ്റും, പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു ഈ സ്ഥലം ഇതായിരിക്കുമെന്ന്. എനിക്ക് തോന്നുന്നു അഷ്ടമുടിക്കായലിൻ്റെ ഒരു അടിപൊളി ഒരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ഇതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കംപ്ലീറ്റ് ഒരു ഗ്രാമപ്രദേശമാണ്. ഇവിടെ തൊട്ട് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഹോം സ്റ്റേ അല്ലെങ്കിൽ ആ ഒരു പാർക്ക് പോലെ സംഭവമുണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് വേറൊരു ഒരു റിസോർട്ട് പോലെ സംഭവം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയൊക്കെ സംവിധാനങ്ങളെ ഇവിടെ ഉള്ളൂ. ചെറിയൊരു ടൗൺഷിപ്പ്. ഇവിടെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ പടപ്പക്കര ജംഗ്ഷനുണ്ട്. ചെറിയൊരു ടൗൺഷിപ്പാണ്, വളരെ ചെറുത്. മനസ്സിലായോ? അപ്പോൾ ഈ അഷ്ടമുടിക്കായലിൻ്റെ ഏതൊരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാലും അടിപൊളി വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ്. മനസ്സിലായോ? ഒരു അത്ഭുതപ്പെടുത്തുന്നതും ഒരു വിചിത്രവുമായ ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഗത്തേക്ക് ബോട്ട് സർവീസ് ഇല്ല, ഇങ്ങോട്ടൊന്നും വരത്തില്ല. അവിടെ ആ പെരുമൺ പാലത്തിൻ്റെയൊക്കെ അടുത്ത് പോയിട്ട് ആ പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ആ ഭാഗത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. നല്ല ദൂരമുണ്ട് ഇവിടെ. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് മൺട്രോത്തുരുത്ത് ആ ഭാഗത്തോടൊക്കെയാണ് ബോട്ട് സർവീസ് ഉള്ളത്. നമ്മൾ ആ ചിൽഡ്രൻസ് പാർക്കും കൂടെ ചേർന്ന് കണ്ട ആ ഒരു തുരുത്താണത്. പച്ചിരത്തുരുത്ത് എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് ഈ ഫ്രെയിമിലൊന്നും ഇതിൻ്റെ ഇപ്പം കാണുന്ന ആ ഭംഗി ഈ ഫ്രെയിമിൽ കിട്ടില്ല, ഒരു കാലാവസ്ഥയും കിട്ടില്ല. പക്ഷേ അടിപൊളി ഭംഗിയാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർ സംഭവമാണ്. ഈ സൈറ്റ് എന്ന് പറയാൻ ഒരു രക്ഷയില്ല. പിന്നെ ക്യൂട്ട് കാഴ്ചയെന്നറിയാമോ, നല്ല രസമാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി കാഴ്ചയാണ്. ഇവിടെ വന്ന് കാണണം കേട്ടോ. ഇവിടെയൊക്കെ വന്ന് ഇന്ന് കുറച്ച് നേരമൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ്. നല്ല അടിപൊളി വൈബാണിത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2 മണി ടൈമാണ്, 2 മണി കഴിഞ്ഞു. വൈകിട്ടൊക്കെ ആകുമ്പോഴായിരിക്കും ഇതിൻ്റെ ശരിക്കും ഒരു ഫീല് കിട്ടുന്നത്. മനസ്സിലായോ? ഇതെന്താ സ്ഥാപനം? ഇതെന്ത് സ്ഥാപനമാണ്? ഞാൻ യൂട്യൂബിന് വേണ്ടി വീഡിയോ എടുക്കും, യൂട്യൂബ് വ്ളോഗ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഒരു ഇത് കണ്ടത്. എന്ത് സ്ഥാപനം ഇത് ആണോ എന്ന് വെച്ചാൽ? ആ, ഓ അത് ശരി. ആ ഹാ, ഞാൻ അതിൻ്റെ മേടിൽ കയറി ഒരു വീഡിയോ എടുത്തോട്ടെ. അതിൻ്റെ മേടിൽ കയറി ഒരു വീഡിയോ എടുത്തോട്ടെ. ആ, ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഈ ഭാഗത്തോട്ട് നിന്നൊരു വീഡിയോ എടുക്കാൻ പറ്റുമോ? ആ, ഏതുവഴി കയറുന്നേ? പൂട്ടിട്ടേക്കാണ്. ആ ഹാ ഹാ, ഓക്കെ ഓക്കെ, താങ്ക് യു. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി. ഇവിടെ നിന്ന് കാണാനുള്ള വലിയൊരു കാഴ്ചയാണ് കേട്ടോ. ഇതുണ്ടോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഒരു പക്ഷേ ഫ്രെയിമിലേക്ക് നമുക്ക് ആ ഒരു അത്ഭുതം കിട്ടില്ല കേട്ടോ. പക്ഷെ നേരിട്ട് വന്ന് തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണിത്. മനസ്സിലായോ? ഇതാണ് മറ്റൊരു പച്ചില തുരുത്ത്. നമ്മൾ ആ റിസോർട്ട് കണ്ടില്ലേ, ചിൽഡ്രൻസ് പാർക്കിനോട് ചേർന്നുള്ള ഒരു ഇതില്ലേ, ആ തുരുത്താണ് അത്. അതിൻ്റെ അങ്ങേ കാണുന്ന ആ ഭാഗമൊക്കെയാണ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന അതാണ് മൺട്രോ തുരുത്ത് ഭാഗമാണ്. മറ്റു വേറെ തുരുത്ത് ഇവിടെ കാണാം. ഇതാണ്ടോ, ഇത് വളരെ താഴ്ചയിലാണ് ഈ ഭാഗമൊക്കെ. ഈ തെങ്ങുകളാണ്, പക്ഷേ നല്ല ഉയരമുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇതൊരു 10-100 അടിയെങ്കിലും ഉയരമുണ്ട് ഇവിടെ. മനസ്സിലായോ? 100 അടി ഉയരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തെങ്ങ് നിൽക്കുന്നുണ്ടോ? ഈ തെങ്ങിനേക്കാളും ഉയരത്തിലാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ നിൽക്കുന്ന ആ ഒരു എത്രമാത്രം ഉയരമുണ്ടെന്ന്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പം പുള്ളിക്കാരൻ ഇവിടെ ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ, ചുറ്റുമതിലല്ല, ഒരുമാതിരി ഒരു കമ്പി വേലിയൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു വ്യൂ കാണാനും ഒക്കെ ഉള്ള സംഭവമാണ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. ഇത് തൊട്ടപ്പുറത്ത് വേറെ ബിൽഡിങ് പുള്ളി പണിയുന്നുണ്ട്. അതിൻ്റെ മേളിൽ കയറിയിട്ടേ ഇതിനപ്പുറത്ത് വേറെ ബിൽഡിംഗ് ഉണ്ട്. അതിന് മേളിൽ കയറിയിട്ട് ഈ വ്യൂ ഒന്ന് എടുക്കാൻ വേണ്ടി ചോദിച്ചാൽ പുള്ളി പറഞ്ഞാൽ അത് നടക്കത്തില്ല, ബിൽഡിങ്ങിന് മണ്ടയ്ക്കൊന്നും കയറത്തില്ല. ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ ഇവിടെ നിന്ന് കുറച്ച് വിഷ്വൽ എടുത്തോട്ടെ എന്ന് വെച്ചാൽ എന്നാൽ പിന്നെ അങ്ങനെയൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി അങ്ങനെ അനുവദിച്ചതിൻ്റെ പേരിലാണ് ഇതിനകത്തോട്ട് കയറാൻ എനിക്ക് പറ്റിയത്. പക്ഷേ കയറിയത് കൊണ്ടും ഈ ഒരു അടിപൊളി ഒരു കാഴ്ചയെ എക്സ്പീരിയൻസ് ചെയ്ത്. ഞാനിപ്പോൾ റോഡിൽ സെയിം കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഉയരത്തിൽ നിന്ന് കാണുമ്പം വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഫ്രഷ്നെസ്സാണ്. നല്ലൊരു വൈബാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ നല്ല വെയിലുണ്ട്, നല്ല ചൂടാണ്.
വൈകിട്ടൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ പുലർച്ചയൊക്കെ ആകുമ്പോൾ എന്തൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. എന്നാലും പുള്ളിക്കൊരു താങ്ക്സ് ചേട്ടാ. ഞാൻ ഇവിടെ ഇങ്ങനെ ഈ ബെഞ്ച് പോലെ കെട്ടി ഇരിക്കുന്ന ഭാഗത്ത്, ഈ ബെഞ്ച് പോലെ കെട്ടിയിട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഞാൻ ഇരുന്ന് നല്ല ഫീലുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പറാണ്. അലുവ പോലെ നല്ല രസമാണ്. വെറുതെ ഇടയ്ക്ക് തെള്ള് ഒക്കെ പറയുകയാണ്, പക്ഷേ ഞാൻ സത്യമാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഈ ചൂടിൻ്റെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ 2 മണി 2:30 ആയി. ആ ചൂടിൻ്റെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. വെയിൽ, നല്ല വെയിലാണ്. പക്ഷേ അടിപൊളി കാറ്റുണ്ട്. മനസ്സിലായോ? നല്ല ഫീലാണ് കേട്ടോ. അടിപൊളിയാണ്. ഇതൊരു ആൾക്കാർക്ക് വന്ന് കയറാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട്. ആ പുള്ളിക്കാരനെ അലോ ചെയ്താൽ ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഇവിടെ ചോദിച്ചു, ഒരു വീട്ടിൽ ചോദിച്ചപ്പം കായലിൻ്റെ അരുവി വരെ ഈ ഒരു വഴി അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവഴി അങ്ങോട്ട് പോയി കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. നല്ല തണലുണ്ട്. ചെറിയൊരു ഇടവഴിയാണ് കേട്ടോ. ഈ ഇടവഴി എനിക്ക് അങ്ങോട്ട് പോകണ്ടേ. ഞാൻ വന്ന വഴി കാണിക്കാം. അതുകൊണ്ടോ റോഡ് അവിടെ കാണാം. ആ റോഡിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാൽ വന്നേ. ഇതെല്ലാം ഇങ്ങനെ വിശാലമായ പറമ്പുകൾ. ഇങ്ങനെ ഒരുപാട് പറമ്പ് ഈ ഭാഗങ്ങളിലുണ്ട് കേട്ടോ. ഇങ്ങനെ വെറുതെ കിടക്കണം. വെറുതെ കിടന്ന് വെച്ചാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഒരു തേങ്ങ വീണ് കിടക്കണം കേട്ടോ. ഇവിടെ അങ്ങോട്ട് ഇറങ്ങി നോക്കാം. നല്ല ഉറപ്പുള്ള കല്ലാണ് കേട്ടോ. വെട്ടുകല്ലാണ്. കണ്ടോ എങ്ങനെയുണ്ട്? കമ്പം പൊളിയല്ലേ. ഒരു മഞ്ഞ മുള വയ്ക്കുന്നുണ്ടോ. കണ്ടിട്ടൊരു പ്രൈവറ്റ് വഴി പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ താമസമൊന്നും ഇല്ലാത്തൊരു ഇടം പോലെ. ഇത് കണ്ടില്ലയോ, നല്ല പച്ചപ്പ് അണിഞ്ഞു കിടക്കുകയാണ് ഇവിടെ. എനിക്കൊന്ന് പോലെ ഹോം സ്റ്റേ പോലെ സെറ്റപ്പിലൊക്കെ പണിയിട്ടേക്കുമായിരിക്കും കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഒന്നും പറയാനില്ല. നല്ല ഫീൽ എന്ന് വെച്ചാൽ അടിപൊളി. കണ്ടോ ഇതിൻ്റെ അങ്ങേയറ്റം കണ്ടോ? നമ്മൾ നേരത്തെ പോയ എന്താ പറയുന്നത്, ആ ചിൽഡ്രൻസ് പാർക്ക്, ആ ചുവന്ന കളറിൽ കാണുന്നുണ്ടല്ലേ, പൊളി കാഴ്ചയാണ് കേട്ടോ. അവിടെ ഒരു വീടുണ്ട്, അവിടെ വീട് കാണാൻ പറ്റും. ഈ സൈഡിൽ കംപ്ലീറ്റ് തെങ്ങെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുക. ഇത് കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഈ സൈഡ് പാടായി സാധാരണ കെട്ടിയിടുകയല്ലേ ഇത് പതിവ്. കോൺക്രീറ്റ് ചെയ്ത് വെച്ചാൽ എനിക്കൊരു ഹോം സ്റ്റേയുടെ ഒരു സംവിധാനമായിട്ടോ മറ്റോ കെട്ടിയിട്ടേക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു പാകമൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കും. ആ നല്ല കാറ്റാണ് കേട്ടോ. ഈ കാറ്റടിക്കുമ്പോഴേ നല്ല തിര എന്നുവെച്ചാൽ ഓളം നല്ല ഉയരത്തിലാണ്. ഞാൻ ഇപ്പം കാണിക്കാം. ആ കാറ്റടിക്കുമ്പോൾ ഓളം ഉയരുന്ന കണ്ടോ, നല്ല വലിയ ഓളമാണ് കേട്ടോ. ഇവിടെ തെങ്ങിൻ തടിയെല്ലാം കെട്ടി ഇങ്ങനെ കാർഷിക ഭംഗിയുണ്ട്. തീരെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടേക്കുവാണോ എന്തോ എനിക്കറിയാൻ പറ്റുന്നില്ല. അതെന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. നമ്മുടെ തീരത്തോട്ട് ഇങ്ങനെ തിര അടിച്ച് കയറുന്നതിൻ്റെ കൂട്ടേ കണ്ടോ, ഇവിടെ ഇങ്ങനെ എന്തോ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആരുടെ അനുവാദമൊന്നും കൂടാതാണ് ഞാൻ ഈ നടന്നു കയറി പോകുന്നത് കേട്ടോ. എന്താ സംഭവം? ഇത് കൊള്ളാതെ ഒരു കുരിശ്. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. വീടാണ് എന്തോ അറിയത്തില്ല. ചോദിച്ചിട്ട് ഇവിടെ വീഡിയോ എടുക്കാം.
അടുത്ത ഉള്ളതാണ്. ആ അപ്പം അത് നമ്മുടെ സഭയുടെ നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ എടുത്തുകൂടാ. പിന്നെ ഇപ്പോഴത്തെ അച്ഛൻ അറിഞ്ഞപ്പോഴേ പിന്നെ നേരത്തെ ഒരു അച്ഛൻ അറിഞ്ഞ് ഇത് ഇടിഞ്ഞു വീണ്. നേരെ ആ അച്ഛൻ അറിഞ്ഞപ്പം ബിഷോപ്പിൻ്റെ അടുത്ത് വന്ന് അതെങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തു. ഞങ്ങളെല്ലാവരെയും കൊടുത്തു. ഈ അമ്മ ഇവിടുത്തെ ഒരു കാവൽക്കാരിയായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ, എപ്പോഴും. അമ്മയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ വീഡിയോയിൽ പറയുക, ആൾക്കാരെ കേൾക്കണ്ടേ. ഇതൊക്കെ അമ്മയുടെ പട്ടികളാണോ? മാതാവിൻ്റെ ഒരു രൂപമാണല്ലോ. ആ, എല്ലാവരും കാണും. പിന്നെന്തുവാ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ നല്ല പറ്റുന്ന ഇടമാണ് കേട്ടോ. ഇതാ തെങ്ങെല്ലാം പിഴുത് വീണയാണോ? പിഴുത് വീണയല്ലയോ? ഇത് ആരുടെയെങ്കിലും വേറെ ആരുടെയെങ്കിലും പ്രോപ്പർട്ടിയാണോ ഇത്? അതല്ലയോ? ഇവിടെ മണൽ വാരലുണ്ടോ? എവിടാ മണൽ വരുന്നത്? അതല്ലയോ? തിരയടിക്കുന്നുണ്ടോ? അവിടെ കാലം നനയ്ക്കാൻ പറ്റുമോ? ഇവിടെ ഇറങ്ങി കാലം നനയ്ക്കാൻ പറ്റുമോ? ഇവിടെ ആഴമൊക്കെ ഉണ്ടോ? നല്ല തിരയൊക്കെ ഉണ്ടോ? ഇത് കണ്ടോ, ഇവിടെയൊക്കെ അടിപൊളി സ്പോട്ടാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനേ. കാരുണ്യഗിരി കുരിശുമല. ഈ ക്രിസ്ത്യൻ ആരാധനാക്രമം അനുസരിച്ച് ഒരു ഇതൊക്കെ ഇല്ലേ, നോമ്പിനൊക്കെ ഇതൊക്കെ ഉണ്ട്. കുരിശിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ 14 സ്ഥലങ്ങളിൽ കുരിശിൻ്റെ ജപമാല പ്രാർത്ഥനയും കാര്യമുണ്ടല്ലോ. ഇത് ഒന്നാമത്തെയാണ്. ഇത് രണ്ടാമത്തെ ഇവിടെ തൊട്ടടുത്താണ്. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടോ. ഇത് രണ്ടാമത്തെ സ്ഥലമാണ്. ഇവിടെ നമുക്ക് 3-ാം സ്ഥലം ഇവിടെ കാണാം. ഇതാണ് 4-ാം സ്ഥലം. ഈ കാണുന്നതാണ് 5-ാം സ്ഥലം. ഇതിവിടെ 6-ാം സ്ഥലം. അതുകൊണ്ട് 6 എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടോ, 6 എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് അൽഫോൻസാമയല്ലയോ? റീത്ത പുണ്യാളത്തി. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇത് റീത്ത പുണ്യാളത്തിയുടെ ഒരു തിരുരൂപമാണിത്. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ഒരു രൂപം പിടിച്ചുകൊണ്ട് ജപമാല കാണാം. ഇതാണ് 7-ാം സ്ഥലം. ഇതിവിടെ 8-ാം സ്ഥലം ഇവിടെ കാണാം. ഇത് 9-ാം സ്ഥലം. ഇത് സത്യം പറഞ്ഞാൽ ഇത് ക്രിസ്തീയ വിശ്വാസികൾക്ക് മനസ്സിലാവുന്ന ഒരു ഇതാണ്. 1-ാം സ്ഥലം 2-ാം സ്ഥലം എന്നൊക്കെ. അതല്ലെങ്കിൽ പിന്നെ ഈ ക്രിസ്ത്യൻ പള്ളിയില്ലേ, കാത്തലിക് ചർച്ചുമായിട്ട് ചേർന്നുള്ള വീടും അവിടുത്തെ ആരാധന രീതികളൊക്കെ പരിചയമുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവേ. കണ്ടോ, ഇത് 10-ാം സ്ഥലമാണ്. ഇതൊരു കുരിശുമല. ഇത് തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച ഉണ്ടോ? അടിപൊളി കാഴ്ചയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഓക്കെ, ഇവിടെ വന്നപ്പോൾ ഞാൻ 2 പാലം കാണുന്നു. ചേടാ, നമ്മളന്ന് കണ്ട പാലം ഏതായിരുന്നു? ഇവിടെ ഒരു പാലം കാണുന്നു, ഇവിടെ ഒരു പാലം കാണുന്നു. നമ്മൾ നേരത്തെ കണ്ട പാലം ഇതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു പാലം കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് നടന്ന് കയറി വന്നു കേട്ടോ. ഇത്ര സ്റ്റെപ്പ് കയറി വന്നു. എത്ര സ്റ്റെപ്പ് കയറി വന്നുള്ള കാര്യമൊക്കെ ഇന്ന് ഞാൻ എണ്ണിയില്ല. ഇത് 11-ാം സ്ഥലം.
അങ്ങോട്ടല്ലേ വഴി കിടക്കുന്നത്. ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് വഴി കിടക്കുന്നത്. ഇവിടെയൊക്കെ വീട് കാണും. ഇതായിരിക്കും 12ാം സ്ഥലം ഇതാണ് കേട്ടോ. ഇത് 12ാം സ്ഥലം, ഇത് 13ാം സ്ഥലം. നമ്മൾ 14ാം സ്ഥലം വരെ എത്തി. ഉണ്ടോ, 14 സ്ഥലങ്ങളാണ്. മോൻ്റെ പേര് പറയത്തില്ല? അയ്യേ, മോൻ്റെ പേരെന്ത്? അവൻ്റെ പേര് ആൾട്രിൻ. ആൾട്രിൻ ആദിന്ന് വിളിക്കും. ആൾട്രിൻ ആദിന്ന് വിളിക്കും. വെറൈറ്റി പേരാന്നല്ലോ മോനെ. ജോജോ എന്നല്ലേ നമ്മുടെ പേര്? ഓക്കെ. ഞാൻ ഈ കാരുണ്യമല, ആ കുരിശുമലയുടെ ആ സ്റ്റെപ്പൊക്കെ കയറി വന്നിട്ടേ വന്ന് നോക്കിയപ്പോൾ ഞാൻ ഒരു ബോർഡ് മാത്രമേ കണ്ടുള്ളൂ. ഇതിൻ്റെ ഒരു ചാപ്പൽ ഇവിടെ ഉണ്ട്. പിന്നെ മെയിൻ പള്ളി അപ്പുറ സൈഡ് എവിടെയാണെന്ന്, ഇവിടെ ഒരു അര കിലോമീറ്റർ ദൂരം. അപ്പം എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഈ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് എനിക്ക് വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തന്നെ. ഇവിടുന്ന് ഈ വഴി അങ്ങോട്ട് പോകുമ്പം അവിടെ ഒരു റിസോർട്ട് ഉണ്ടെന്ന് പറയുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോയിരുന്നു കുറച്ച് വിഷ്വൽസ് എടുക്കാം. അപ്പോൾ എന്തിനാ എനിക്ക് ഇത്രയും വിവരങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ താങ്ക്സ്. ഓക്കെ മോനെ, ടാറ്റ ടാറ്റ ടാറ്റ. ഓക്കെ, ടാറ്റ ടാറ്റ. ഓക്കെ, താങ്ക് യു. ഈ അഷ്ടമുടിക്കായലിൻ്റെ ഏകദേശം ചില ഭാഗങ്ങൾ വരുമ്പോഴേ അഷ്ടമുടിക്കായലിൻ്റെ തീരത്തോട് ചേർന്ന് ധാരാളം ഈ അക്യൂഷ്യ മരങ്ങൾ നിൽക്കുന്നത് കേട്ടോ. ഒരുപാടുണ്ട്. ഇതെങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ല. വനം പോലെയാണ് പല ഭാഗങ്ങളും കിടക്കുന്നത്. ഇതും പണ്ട് വെച്ച് പിടിപ്പിച്ചായിരിക്കുമല്ലേ. ഇതാ രണ്ട് സൈഡ് നല്ല പച്ചപ്പാണ് കേട്ടോ. നമ്മളങ്ങനെ സ്നേഹതീരം റിസോർട്ടിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് വന്നിരിക്കുക. സുന്ദര തീരം എന്നായിരുന്നു. സുന്ദര തീരം. അങ്ങനെ സുന്ദര തീരം റിസോർട്ടാണിത്. ഇതാ ഇവിടെ നമുക്ക് വന്ന് ഇരിക്കാം കേട്ടോ. അവിടെ കണ്ട് നല്ല പച്ചപ്പ്, അടിപൊളി പച്ചപ്പ്, നല്ല ഫീലാണ്. അതുകൊണ്ട് ഫാൻ കറങ്ങുന്നത്, കാറ്റടിച്ചാണ് ഫാൻ കറങ്ങുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആ പെരുമൺ പാലം കാണാൻ പറ്റും. അങ്ങേയറ്റം പെരുമൺ പാലം കാണാൻ പറ്റും. പിന്നെ മൺട്രോത്തുരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ മൺട്രോത്തുരത്തിൻ്റെ ഭാഗങ്ങൾ അവിടെ കാണാൻ പറ്റും. ഒരു ദ്വീപ് കാണാൻ പറ്റും. ഇവിടുത്തെ കുറേ ഭാഗം അങ്ങോട്ട് നടന്ന് പോകാമെന്ന് പറയാം, കുറച്ച് ഭാഗം അങ്ങോട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യം അഷ്ടമുടിക്കായൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഈ സാമ്പ്രാണിക്കോടിയിൽ ആ തുരുത്തിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുമല്ലോ. അപ്പം സാമ്പ്രാണിക്കോടി തീരത്തുനിന്ന് ഏകദേശം ഒരു 200 മീറ്റർ 300 മീറ്റർ അപ്പുറമാണ് ആ തീരമുള്ളത്, ആ ഒരു തുരുത്തുള്ളത്. അവിടെ ഇറങ്ങി ഒരു 10 കുറേ ഒരു ഭാഗമുണ്ട്. അവിടെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ അവിടെ നിൽക്കാനൊക്കെ പറ്റും. പക്ഷേ മുട്ടിന് മുകളിൽ മാത്രമേ വെള്ളമുള്ളൂ. അപ്പോൾ ഈ അഷ്ടമുടി കായലിൽ അങ്ങനെ അങ്ങനെ നിൽക്കാനുള്ള സൗകര്യം അവിടെ നമുക്ക് ഉണ്ടെന്നറിയാം. ഇവിടെ നോക്കൂ, ഇവിടെ കുറച്ച് ഭാഗത്ത് അങ്ങോട്ട് ഇറങ്ങി പോകാമെന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പോൾ അത്രയും സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ അഷ്ടമുടിക്കായലിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് ഇത്രത്തെ ഒരു സൗകര്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഇതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ചൊരു പുതിയ അറിവാണ്. അപ്പോൾ കേരളത്തിലെ കായലുകളിൽ ഏറ്റവും ആഴം കൂടിയ കായൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്ടമുടി കായലാണ്. അതാണ് അതിൻ്റെ ആൻസർ, അങ്ങനെയാണ്. പക്ഷേ ആ അഷ്ടമുടി കായലിൻ്റെ തീരത്ത് ഈ ഇറങ്ങി കുറച്ച് ഭാഗം അങ്ങോട്ട് ഇറങ്ങി നടന്ന് പോകാമെന്ന് പറയുന്നത് വലിയ അനുഭവം തന്നെയാണ്. അവിടെ ഒരു പഴയ ബോട്ട് കാണാം. അതിന് മുകളിൽ കാണുന്ന ചെറിയ ബിൽഡിങ്ങില്ലേ, അതൊക്കെ റിസോർട്ടിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ബോട്ട് എടുക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് നല്ല നഷ്ടമായി പോയേനെ. ഇതെന്ന് വെച്ചാലേ ഒരു 10-25 വർഷങ്ങളായിട്ട് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിസോർട്ടാണെന്ന് പറയുന്നത്. ഈ റിസോർട്ടിൻ്റെ പേര് സുന്ദരതീരം എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ സുന്ദരതീരം ആ പേരിൻ്റെ അതേപോലെ തന്നെയാണ് ഈ തീരവും. അടിപൊളി പേരാണ്. സുന്ദരതീരത്തെ ഈ കാഴ്ചകളോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വ്ലോഗ് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.